السلام عليكم ورحمة الله وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يقولون ربنا هب لنا من أزواجنا قرة أعين واجعلنا للمتقين إماما أولئك يجزون الغرفة بما صبروا ويلقون فيها تحية وسلاما خالدين فيها حسنت مستقرا ومقاما قل ما يعبأ بكم ربي لولا دعاؤكم فقد كذبتم فسوف يكون لزاما. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉലമാക്കളെ, സ്നേഹവാത്സല്യനിധികളായ മുത്തഅല്ലിമീങ്ങളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും മഗ്ഫിറത്തും മർഹമത്തും തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിക്കുന്ന കാലമത്രയും അവൻ്റെ വിധിവിലക്കുകളെ പരിപൂർണമായി സൂക്ഷിച്ചുകൊണ്ട് അവൻ ഏറ്റവും പൊരുത്തപ്പെട്ട നിലയിൽ ജീവിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരുപാട് ഇമാമിങ്ങളെ വാർത്തെടുത്ത രാജ്യമാണ് പരിശുദ്ധമായ ഈ ഭൂമി. പ്രശസ്തരും പ്രഗത്ഭരുമായ ഒരുപാട് ഉലമാക്കളെയും ഇമാമിങ്ങളെയും മുഫസ്സിരീങ്ങളെയും മുഹദ്ദിസീങ്ങളെയും വാർത്തെടുത്ത ഭൂമിയാണ്. അതിലാണ് നാം അധിവസിക്കുന്നത്. ഇമാം ബുഖാരി റഹ്മഹുല്ലായെ പോലെ, ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലായെ പോലെ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലായെ പോലെ, ഇമാം മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹിയെ പോലെ ഒരുപാട് മഹാരഥന്മാരെ ഈ ലോകം കാഴ്ചവെച്ചിട്ടുണ്ട്. എന്നാൽ ഈ മഹാരഥന്മാരെല്ലാം നാളെ ആഖിറത്തിൽ അവരവരുടെ പ്രതിഫലം കരസ്ഥമാക്കാൻ വേണ്ടി പോയി നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു സഫ് മുന്നിലായിക്കൊണ്ട് പ്രഗത്ഭരല്ലാത്ത, പ്രശസ്തരല്ലാത്ത, ആരാലും അറിയപ്പെടാത്ത, ആരാലും വാഴ്ത്തുകയോ പുകഴ്ത്തുകയോ ചെയ്യപ്പെടാത്ത, ഒരു പരിചയമില്ലാത്ത കുറെ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഈ പറയപ്പെട്ട ഇമാമിങ്ങളുടെ, മുഹദ്ദിസീങ്ങളുടെ, മുഫസ്സിരീങ്ങളുടെ മുന്നിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ പറയപ്പെട്ട മഹത്തുക്കളും മഹാന്മാരും അവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തേക്കാൾ 10 മടങ്ങ് വർദ്ധിച്ചുകൊണ്ടുള്ള പ്രതിഫലം വാങ്ങിക്കാനാണ് അവരവിടെ കഴിഞ്ഞുകൂടുന്നത്. അതാരായിരിക്കും സഹോദരങ്ങളെ? അത് ഇമാം ബുഖാരിയെ ഇമാം ബുഖാരിയാക്കിയ മാതാവാണ്. ഇമാം അബൂ ഹനീഫയെ ഇമാം അബൂ ഹനീഫയാക്കിയ മാതാപിതാക്കളാണ്. മുഹദ്ദിസീങ്ങളെയും മുഫസ്സിരീങ്ങളെയും വാർത്തെടുക്കാൻ കാരണക്കാരായ മാതാപിതാക്കളാണ് അവർ. അവർക്ക് ഈ പറയപ്പെട്ട ഇമാമിങ്ങളെക്കാളെല്ലാം ധാരാളം പ്രതിഫലങ്ങൾ വാങ്ങിച്ചുകൊണ്ട് സന്തോഷഭരിതരായി ജീവിക്കുന്നവരാണവർ. സഹോദരങ്ങളെ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അദ്ദേഹം ജനിച്ചു വീണപ്പോൾ തന്നെ അന്ധനായിട്ടാണ് ജനിച്ചു വീണത്. മാതാവിന്റെ ഉദരത്തിൽ നിന്നും ലോകത്തേക്ക് പിറന്നു വീണത് അന്ധനായിട്ടാണ്.
രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത അന്ധനായിട്ട് മകനെ കണ്ട മാത്രയിൽ പ്രിയപ്പെട്ട മാതാവ് നിലവിളിച്ചു, സങ്കടപ്പെട്ടു. വേണ്ട ചികിത്സ കൊടുക്കാൻ പ്രിയപ്പെട്ട പിതാവില്ല. പിതാവ് നേരത്തെ മരണപ്പെട്ടു പോയിരുന്നു. വിദഗ്ധമായ ചികിത്സയ്ക്കുള്ള വകയില്ലാത്തൊരവസ്ഥയായി തീർന്നു. പക്ഷെ മാതാവ് നിലവിളിച്ചു, സങ്കടപ്പെട്ടു. ആ മാതാവ് കരഞ്ഞു. തന്റെ പ്രിയപ്പെട്ട മകൻ, ആ മകനെ ലോകത്തറിയപ്പെടുന്ന ഏറ്റവും വലിയ പണ്ഡിതനാക്കണമെന്നും ഏറ്റവും വലിയ മുഹദ്ദിസാക്കണമെന്നും ഏറ്റവും പ്രശസ്തമായ നല്ലൊരു മനുഷ്യനാക്കി തീർക്കണമെന്നും ആ മാതാവ് ആഗ്രഹിച്ചിരുന്നു. എങ്ങനെ സാധിക്കും? രണ്ട് കണ്ണിനും കാഴ്ചയില്ല, അന്ധനായ മനുഷ്യനാണ്. പക്ഷെ മാതാവ് ദുആ ചെയ്തുകൊണ്ടിരുന്നു. സാധാരണഗതിയിൽ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ 1, 2, 4, 5 ഏറിയാൽ ഒരാഴ്ച നമ്മൾ ദുആ ചെയ്യും. പിന്നീട് നമ്മൾ ദുആ അവസാനിപ്പിക്കും. എന്നിട്ട് റബ്ബിനെ നമ്മൾ ആക്ഷേപിക്കും, കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. എത്ര കാലമായി ദുആ ചെയ്യുന്നു, അതിന്റെ ഫലം കാണുന്നില്ലല്ലോ എന്ന്. എന്നാൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിയുടെ മാതാവ് 1 മാസമല്ല, 2 മാസമല്ല, 10 മാസമല്ല, 3 വർഷക്കാലം തന്റെ പ്രിയപ്പെട്ട പൊന്നോമന പുത്രന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരുന്നു. അത്ഭുതമെന്നോണം 3-ാമത്തെ വയസ്സിൽ പ്രിയപ്പെട്ട ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിക്ക് തന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയ സഹോദരങ്ങൾ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതായിരുന്നു പ്രിയപ്പെട്ട മാതാവായിരുന്നു. ഉലമാക്കളെ വാർത്തെടുക്കാൻ, ഈ സാദാത്തുക്കളെ വാർത്തെടുക്കാൻ, ഈ ഇമാമിങ്ങളെ വാർത്തെടുക്കാൻ, മുഹദ്ദിസീങ്ങളെയും മുഫസ്സിരീങ്ങളെയും വാർത്തെടുക്കാൻ ഏറ്റവും കൂടുതൽ പാടുപെട്ട് പരിശ്രമിച്ചത് പ്രിയപ്പെട്ട മാതാപിതാക്കളായിരുന്നു. നാളെ ആഖിറത്തിൽ ഖിയാമത്ത് നാളിൽ ഇവരെക്കാളെല്ലാം 10 മടങ്ങ് പ്രതിഫലം വാങ്ങിക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കുമെന്നാണ് ഈ ചരിത്രത്തിലൂടെയൊക്കെ നാം ഗുണപാഠം പഠിക്കേണ്ട സഹോദരങ്ങൾ. അതുകൊണ്ട് ഇന്ന് ഇവിടെ നിന്നും ഫാരിഗാകുന്ന 25 ഉലമാക്കളെയും അതേപോലെ ഹാഫിളീങ്ങളെയും മുഫ്തികളെയും വാർത്തെടുത്ത പ്രിയപ്പെട്ട മാതാപിതാക്കൾ, അതിന്റെ തൊട്ടുപിറകിലായി അഹോരാത്രം പാടുപെട്ട് പരിശ്രമിച്ച് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച മഹാരഥന്മാരായ ഉലമാക്കളെയും ഉസ്താദന്മാരെയും ഏറ്റവും കൂടുതൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടതും അതേപോലെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടതും അവരാണെന്ന് ഞാൻ നിങ്ങളും മനസ്സിലാക്കണം സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ പുത്രന്മാർ, ഈ ഹാഫിളീങ്ങൾ, ഈ ആലിമീങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ആലിമീങ്ങൾ, നമ്മുടെ മക്കൾ, ഇവരുടെ അവസാന നിമിഷം വരെയും, നമ്മുടെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേ ഇരിക്കണമെന്ന് എന്നോടും നിങ്ങളുമായി ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ഇവിടെ വിളിക്കാനും ഇങ്ങനെ ഒരു ചെറിയൊരു വേദി അവസരം തരാനും അതിനുവേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും 1000 നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പുണ്യമായ സദസ്സിന് ആശംസകൾ നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾക്ക് അന്ത്യം കുറിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.